ഈ നശിച്ച കൊറോണ കാരണം നേരെ പോയി ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. അതെന്താ? എപ്പോഴും ഈ മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. എടാ, നമ്മള് രണ്ടുപേരും മാത്രമുള്ളപ്പോ ഈ മാസ്ക് ഇതാ ഇങ്ങനെ വെച്ചാ പോരെ? ആണോ? ഇതിലും സ്പീഡ് കൂടിയ കൊറോണ വേറെ വരുന്നുണ്ട്. അത് കൊറോണ അല്ല, അതിന് ഷിഗല്ലയാണ്. നല്ല പേര്, എല്ലാത്തിനും പെണ്ണുങ്ങളുടെ പേരാണല്ലോ. ദുരന്തങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളുടെ പേരാണ് ഇടുന്നത്. വൈഫിന്റെ പേരാ കത്രീന. ദുരന്തമാണല്ലോ. അതെല്ലാം പോട്ടെ, നീ എന്താ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി? വല്ല പുഴമീനും കിട്ടുമെന്ന് നോക്കി ഇങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെയാണെ നമുക്ക് ആ കവലയിലേക്കൊന്ന് പോവാം. എന്താ സുഖം ചേട്ടാ ഇവിടെ മറിക്കും? ബാഗ് കിടക്കുന്നുണ്ട. എവിടെ? അല്ല ബോംബ് വേണോ? ചേട്ടാ ഇതൊന്ന് എടുത്തു നോക്കിക്കേ. എന്റെ പൊന്നു മോനെ, എന്നെ കൊണ്ട് ഇല്ലാത്ത പണിക്കൊന്നും പോകാൻ പറ്റത്തൊന്നുമില്ല. വള്ളിക്കെട്ടാന്ന് അറിയുന്നത് എപ്പോഴാണ്? വല്ലതും വേറെ വല്ല ഇതൊക്കെട്ടോ വല്ല ഒന്നോ പണം ഒന്നാണെങ്കിൽ എനിക്ക് തന്നെ പറയാൻ പറ്റത്തൊന്നുമില്ല. നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും വേണ്ട, ആരെങ്കിലും കാണും. നമുക്ക് മാറി അവിടെ ഇത് മുഴുവൻ സ്വർണ്ണാഭരണങ്ങളാണല്ലോ. ഇതേതെങ്കിലും കള്ളന്മാര് ഇട്ടേച്ച് പോയതായിരിക്കും. ഇതിനകത്ത് ഒരു പേപ്പർ കഷ്ണം കിടപ്പുണ്ടല്ലോ. നോക്കിക്കേ, ഒരു അഡ്രസ് ആണല്ലോ. നീ ഒന്ന് വായിച്ചത്. പീതാംബരൻ, വലിയ വീട്, പള്ളിമുക്ക്, കോട്ടയം. ഇതേതോ വലിയ കാശുകാരന്റെ ആണെന്നാ തോന്നുന്നത് കേട്ടോ. ഇത് വല്ല കല്യാണത്തിനും മേടിച്ച സ്വർണ്ണമായിരിക്കും. നമുക്കിത് വീതിച്ചെടുത്താലോ എവിടെയെങ്കിലും വിറ്റിട്ട്? ഇത് വീതിക്കണ്ടോ? ഇത് ഇത്രയും സ്വർണ്ണം ഉള്ളതുകൊണ്ട് വല്ല പോലീസുകാരാവെല്ലാം നമ്മളെ തേടി വന്നാലോ? എന്നാൽ നമുക്ക് ആളെ കണ്ടുപിടിച്ച് കൊണ്ടേ കൊടുത്താലോ? അത് ശരിയായിരിക്കും, നല്ല കാര്യമായിരിക്കും. എങ്കിൽ വാ. ചേട്ടാ, ഈ പീതാംബരൻ ചേട്ടന്റെ വീടാണ്. ഏത് പീതാംബരനാ? പീതാംബരൻ, വലിയ വീട്, വള്ളിമുക്ക്. നമ്മുടെ ബാല പീതാംബരൻ ചേട്ടൻ. അങ്ങേരുടെ വീട് ഇതിലെ അങ്ങോട്ട് വലത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു പീതാംബരനുണ്ട്. ഓക്കെ, ഈ വഴി അങ്ങോട്ട് പോകാനാ ചേട്ടൻ പറഞ്ഞു. പീതാംബരൻ ചേട്ടന്റെ വീടാണ്. അതെല്ലോ, പീതാംബരൻ ചേട്ടന്റെ വീടാ. ആരെയാ കണ്ടേ? പീതാംബരൻ ചേട്ടനെ ഒന്ന് കാണണമല്ലോ. പീതാംബരൻ ചേട്ടനെ ആണെങ്കിൽ ഒന്ന് കണ്ടോ? ഞാനാ പീതാംബരൻ ചേട്ടൻ. എന്താ കാര്യം? ചേട്ടാ, ഞങ്ങൾക്കൊരു ബാഗ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ബാഗ് കളഞ്ഞു കിട്ടിയിരിക്കുന്നു. ഇതിനകത്ത് നിറച്ച് സ്വർണ്ണാഭരണങ്ങളാണ് നോക്കിയിട്ട്. എന്തോ സ്വർണ്ണാഭരണങ്ങൾ? ഇത് കണ്ടില്ല? ഇത് ചേട്ടൻ്റെ തന്നെയല്ലേ? ഞങ്ങൾ അഡ്രസ്സ് നോക്കിയപ്പോൾ ഇതിനകത്ത് ചേട്ടൻ്റെ അഡ്രസ്സാണ് കണ്ടത്. എടാ മണപ്പൂസ് പോലെ, എന്റെ പണി എന്നറിയാ, ഈ നാടകത്തിനും ബാലയ്ക്കും ഒക്കെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പണി എനിക്ക്, ഈ ഇമിറ്റേഷൻ ഗോൾഡിന്റെ. അപ്പൊ ഇത് കുറെ നാളായി ഞാനിവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തോണ്ടിരുന്നത്. ഇതിന്റെ പൈസ കിട്ടാൻ കിടക്കും. അവസാനം ഉപേക്ഷിച്ചു. പെമ്പ്രോന്ന് കിടന്ന് വെള്ളം വെച്ചാൽ ഞാൻ ഇതുകൊണ്ട് തൂരെ കളഞ്ഞ സാധനമാണ്. അതൊന്നും ഉറച്ചു നോക്കാനുള്ള മനസ്സുണ്ടായില്ല. അതിനുള്ള ബുദ്ധി ആർക്കില്ലായിരുന്നു. സ്വർണ്ണമാണെന്ന് അറിയണമെങ്കിൽ ഉറച്ചു നോക്കണം. അല്ല കാണുന്നില്ല സ്വർണ്ണമാണോ? മിന്നുന്ന എല്ലാം പൊന്നാണോ? ആണോ? അഡ്രസ് ഉണ്ട്. ഞാനത് ഉപയോഗിച്ച സാധനമാണ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും. ഇനിയും കിടപ്പുണ്ട് 2-3 വായിക്കൂടെ ഇതുപോലെ കളയാൻ വേണ്ടി. കാരണം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആർക്കും വേണ്ട. നമ്മൾ ഈ കലാപരമായിട്ട് ജീവിക്കുന്ന ആളാണ്. ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ജീവിക്കുന്ന ആളാണ്. ഇതിപ്പോ ഓർഡർ വന്ന പൈസ മുഴുവൻ നമ്മുടെ കുടുംബം പട്ടിണി ആയിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോ പുള്ളിക്കാരിക്ക് പ്രാന്തളങ്ങി. ഒന്നാമത് തന്നെ അരപ്രാന്ത. അതിനിടയ്ക്ക് ഇതോടെ കണ്ടപ്പോ പ്രാന്തളങ്ങി. അതുകൊണ്ട് തൂറകൾ വെച്ചിരിക്കുക. അതും പൊക്കിയെടുത്തുണ്ടെങ്കിൽ പറഞ്ഞ കാര്യം എന്താ ഇത് ചെയ്യണ്ടേ? ഇനിയിപ്പോ തല വെച്ച് ഞങ്ങളൊക്കെ നടന്നു. ഏത് പഞ്ചായത്ത് വിട്ടു പോയ